മനോന്മയ കോശം സൂക്ഷ്മം ഗർഭാവസ്ഥയിൽ തന്നെ ഉടലെടുത്തു. അതുകൊണ്ടാണല്ലോ അഭിമന്യു ഗർഭാവസ്ഥയിൽ തന്നെ മഹാരഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതായിട്ട് പറയുന്നത്. അതിലേക്ക് നമ്മൾ എപ്പോൾ തിരിച്ച് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ സ്ഥിതിയിലേക്ക് എത്തും. അത് നമ്മളെ തിരിച്ച് സൃഷ്ടിബോധത്തിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഈസ് ബ്രഹ്മ കോൺഷ്യസ്നസ്. അതുകൊണ്ടാണ് അഗസ്ത്യർ ശരയോഗയെ കുറിച്ച് പറഞ്ഞത് മതിയെ അറിந்தாൽ വിധിയെ തടുക്കാം എന്ന് പറഞ്ഞത്. ഒരു ശരം, ഒരു അങ്ങ് പറഞ്ഞ അസ്ത്രം എന്ന് പറഞ്ഞതിന്റെ ഒരു ജോമെട്രിക്കൽ ഫിഗർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 3 ആംഗിൾസ് അവിടെ ഉണ്ട്. അവിടെ 3 ആംഗിളുകൾ. അതിന് നമ്മൾ ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ്. വി ക്യാൻ കമ്പയർ ദാറ്റ് ടു മേരു. ഇപ്പൊ ഭൂമിയിൽ തന്നെ ഊർജത്തിന്റെ കേന്ദ്രങ്ങളാണ് പർവ്വതങ്ങൾ. മേരു എന്ന് പറഞ്ഞ പർവ്വതമാണ്. രജസിനെയും രേതസിനെയും സംരക്ഷിക്കാനാണ് പറയുന്നത്. ഈ രജസിനെയും രേതസിനെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ രസത്തെ കെട്ടാൻ പഠിക്കണം. നിന്റെ ഉള്ളിലെ രസത്തെ കെട്ടാൻ പഠിക്കണം. ആ രസത്തെ കെട്ടാൻ പഠിക്കണമെങ്കിൽ ഈ പറയുന്ന ഊർജ്ജഗതിയിലുള്ള പ്രാണന്റെ സഞ്ചാരഗതിയെ, ആ പ്രാണനെ മുകളിലേക്ക് ഉയർത്തി മണി പോൽ സഹസ്രയിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അവിടെ പറയുകയാണ് മൂലാധാര സ്ഥാനത്ത് 3.5 ചുറ്റി പ്രാണവായു കിടക്കുകയാണ്. ഇത് മുകളിലേക്ക് നിവർന്നിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിന്റെ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ വെൽബീയിങ്. അതായത് ഈ 3.5 ചുറ്റിൽ 2 ചുറ്റ് പ്രവർത്തിക്കേണ്ടത് ഇടശരത്തിലാണ്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരയോഗിയുടെ വ്യാഖ്യാന രൂപമാണ്. ഈ പറയുന്ന ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ ഗുരു കൃഷ്ണനല്ലേ. നമഃ ശിവായ. ഇപ്പോൾ സാധാരണ ശരീരത്തിന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരീരേ ഇത് ശരീരം എന്നാണ്. നശിച്ചു പോകുന്ന എന്താണോ അതാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥൂല ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ വളരെയേറെ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയാണ്. അതിൻ്റെ എല്ലാ പ്രൊപ്പഗാൻഡകളും നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും പാങ്ങില്ല. കാരണം വെച്ചാൽ എല്ലായിടത്തും മെഡിക്കൽ ബോർഡുകളാണ്, എല്ലായിടത്തും പരസ്യമാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ശരീരബോധം ആണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് നയിക്കുന്നത്. ഭൗതിക തലത്തിൽ മാത്രം നമ്മൾ കുടുങ്ങിപ്പോകുന്നു. എന്നാൽ അതിൻ്റെ ഒരു മറുതലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരം പ്രധാനമാണ് താനും. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ഥൂല ശരീരവും അതുപോലെ തന്നെ കാരണ ശരീരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇത് 3 വരുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഒന്നാണ് എന്നുള്ള ഒരു വാദം, ഈ രണ്ടിനെയും കൂടി എങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത്? ശരീരം, ഈ പറയുന്ന പ്രാണൻ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. പഞ്ചഭൂതാത്മകമാണ് പ്രാണൻ. പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെയാണ് പ്രാണൻ ലയിക്കുന്നത്. പ്രാണന്റെ കാര്യം. ശരീരം അന്നത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ശരീരം, ഹ്യൂമൻ ബോഡി. അല്ല, അവിടെ ഒരു സംശയം എന്ന് വെച്ചാൽ പ്രാണൻ ഉപയോഗിക്കുന്ന 5 സാധനങ്ങളായിട്ടല്ലേ നമ്മള് പഞ്ചഭൂതങ്ങളെ ഉപയോഗിക്കുന്നത്? പ്രാണൻ അതിന്റെ മുകളിലുള്ളത്, അതായത് ഈ പഞ്ചഭൂതങ്ങളെ ഇവിടെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പ്രാണൻ മുകളിലേക്ക് പോകുന്നല്ലേ നമ്മുടെ പ്രാണനിൽ പഞ്ചഭൂതങ്ങളും ലയിച്ചിരിക്കുകയാണ്. ഈ പ്രാണൻ ഉത്ഭവിച്ചതും പഞ്ചഭൂതാത്മകമാണ്. അതായത് ശരയോഗ തത്വപ്രകാരം പിതാവിന്റെ ബീജത്തിൽ അന്തർലീനമായിട്ടുള്ള പ്രാണവായു എന്നാണ് ഈ പറയുന്ന പ്രാണന്റെ പ്രവർത്തനം. അതിനെയാണ് സയൻസ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സയൻസ് പറയുന്ന മൈറ്റോകോൺട്രിയ അത് തന്നെയാണ്. ദ പവർ ഹൗസ് ഓഫ് എ സെൽ പറയുന്നത്. അതിൽ നിന്നാണ് ലൈഫ് ഫോഴ്സ് എനർജിയുടെ ഒറിജിൻ. അത് അമ്മയുടെ ഗർഭപാത്രത്തിനകത്താണ് സൃഷ്ടിക്കപ്പെടുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഈ ഒരു ഊർജം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിനകത്തിരുന്നുകൊണ്ട് അമ്മയിൽ നിന്നും നാഭിയിലൂടെ അന്നം സ്വീകരിച്ചുകൊണ്ടാണ് അന്നമയ കോശത്തെ പ്രാണൻ സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് സ്ഥൂല ശരീരത്തിന്റെ കേന്ദ്രമായി നാഭി പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞ് ആ സ്ഥൂല ശരീരം, ആ ഗർഭസ്ഥ ശിശുവിന്റെ ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും ഗർഭാവസ്ഥയിൽ വികസിതമാകുന്നതിന് സമാന്തരമായി വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രമായ മനസ്സ്, മനോന്മയ കോശം സൂക്ഷ്മം ഗർഭാവസ്ഥയിൽ തന്നെ ഉടലെടുത്തു. അതുകൊണ്ടാണല്ലോ അഭിമന്യു ഗർഭാവസ്ഥയിൽ തന്നെ മഹാരഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ശരീരവും, ഈ പറയുന്ന പ്രാണനും ശരീരവും മനസ്സും ഒത്തുചേർന്ന അവസ്ഥയിലാണ് നമ്മൾ ഭൂലോക ജാതരാകുന്നത്, അല്ലെങ്കിൽ ഭൂലോക ജാതയാകുന്നത്. ഭൂമി കാണുന്നത്, അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മൾ വി ആർ ക്രിയേറ്റഡ്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഫ്രം സൃഷ്ടി വി സ്റ്റാർട്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പിറന്നു വീഴുമ്പോൾ നമ്മളെല്ലാവരും നവജാത ശിശുക്കളാണ്. ഒരു നവജാത ശിശു സ്ഥിതിയിലാണ്. നവജാത ശിശുവിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ നിമിഷം ഉടലെടുക്കുന്നതാണ്. അതൊരിക്കലും പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ കണക്റ്റഡ് അല്ല. അത് പ്രസന്റിൽ മാത്രമാണ് ഒരു നവജാത ശിശു ആയിരിക്കുമ്പോൾ നമ്മൾ തുടരുക. ആ നവജാത ശിശുവിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ എപ്പോഴോ
നമ്മൾ ഈ പറയുന്ന പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ കണക്റ്റഡ് ആയി. അവിടെയാണ് ഈ ഡ്യുവാലിറ്റി, ഈ ക്വസ്റ്റ്യൻസ്, കൺഫ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ മുതലാണ്. ഈ ക്വസ്റ്റ്യൻസ്, ഈ കൺഫ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളൊരു നവജാത ശിശുവായിരുന്നപ്പോൾ നമ്മുടെ പ്രസന്റിലായിരുന്നു ആവശ്യം, വിശക്കുമ്പോൾ പാല് കുടിക്കണം. അതിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് ആരും പറഞ്ഞു തരാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടി, അമ്മയാണ് ആ പാല് തരേണ്ടത്. ഉത്തരം നമ്മുടെ നമുക്ക് തന്നെ തെളിഞ്ഞു. അത് വിജ്ഞാനമായ കോശം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. വൈ വി ആർ ഇൻ സന്നിധാനം, നമ്മൾ പ്രസന്റിലായത്. അത് കഴിഞ്ഞ് എപ്പോൾ നമ്മൾ ആ സന്നിധാനത്തിൽ നിന്ന് പുറത്തു പോയോ, ആ പ്രസന്റിൽ നിന്ന് നമ്മൾ എപ്പോൾ പുറത്തു പോയോ, നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കാൻ തുടങ്ങിയോ, നമുക്ക് ആ ക്ലാരിറ്റി നഷ്ടമായി. ആ ക്ലാരിറ്റി നഷ്ടമായിട്ട് വി ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമുക്ക് കൺഫ്യൂഷൻസ് ആയി. അതാണോ ഇതാണോ, ശരിയേത് തെറ്റേത്, പുണ്യം പാപം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർവചനങ്ങൾ. അതെല്ലാം മനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം മനസ്സിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. സോ വി സ്റ്റാർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗോഡ്. നമ്മൾ ദൈവത്തെ കണക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ദൈവത്തെ കണക്ട് ചെയ്തിട്ട് യേശുദാസിന്റെ പാട്ട് പോലെ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ എന്നുള്ള രീതിയിൽ ഈ അമ്പലങ്ങളും ആശ്രമങ്ങളും മുഴുവനും നമ്മൾ ഈശ്വരനെ തേടി അലഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും എമ്മിന്റെയും സിയുടെയും സൃഷ്ടാവ് ഈ വിച്ച് ഇസ് ഇൻസൈഡ് അസ്, ആ ഈ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ ബ്രീത്ത്, അത് നമ്മുടെ ശ്വാസമാണ്. അതിലേക്ക് നമ്മൾ എപ്പോൾ തിരിച്ച് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മൾ സ്ഥിതിയിലേക്ക് എത്തും. അത് നമ്മളെ തിരിച്ച് സൃഷ്ടിബോധത്തിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഈസ് ബ്രഹ്മ കോൺഷ്യസ്നസ്. ആ ബ്രഹ്മബോധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ആ ബ്രഹ്മബോധത്തിൽ നിൽക്കുന്ന സമയത്ത് വി ആർ ആൻ ഇൻവെന്റർ. അവിടെ നമ്മളൊരു ക്രിയേറ്ററാണ്. നമുക്ക് നമ്മുടെ വിധിയെ നിശ്ചയിക്കാൻ സാധിക്കും, നമുക്ക് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അഗസ്ത്യർ ശരയോഗയെ കുറിച്ച് പറഞ്ഞത് മതിയെ അറിந்தாൽ വിധിയെ തടുക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പറയുന്ന രീതിയിൽ നമ്മുടെ പ്രാണബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു പ്രവേശിക്കാൻ സാധിച്ചാൽ, ഒരു നവജാത ശിശുവിനെ പോലെ പ്രാണബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു പ്രവേശിക്കാൻ സാധിച്ചാൽ വി വിൽ ബി കണക്റ്റഡ് വിത്ത് അവർ ഇന്നർ സെൽഫ്. ദാറ്റ് ഈസ് വിജ്ഞാനമയ കോശ. അവിടെ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അനിർവചനീയമായ ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അതാണ് ആനന്ദമയ കോശം, ബ്ലിസ്. അതിന്റെ പുറകെയാണ് ഈ യാത്ര. അത് പുറത്ത് കിട്ടില്ല, അത് അകത്തേ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ശ്വാസത്തിന്റെ ഗതികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ പഠനമാണ് ശരയോഗ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന കൺഫ്യൂഷൻസ്, ഇതാണോ അതാണോ എന്നുള്ള ചോദ്യം വരുന്ന മനോന്മയ കോശത്തിലാണ്. തീർച്ചയായും എന്നുള്ളൊരു ഉത്തരം വരുമ്പോൾ അദ്വൈതമാണ്. അതിനകത്ത് ഈ പറയുന്ന പ്രാണമയ കോശത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ അന്വേഷണം അവസാനിപ്പിക്കാം, പുറത്തേക്കുള്ള അന്വേഷണം അവസാനിപ്പിക്കാം. നമ്മളിപ്പോ ഊർജത്തെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് പലയിടത്തും പോയി കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ കണക്ട് ചെയ്യുന്ന ഊർജം സൂക്ഷ്മത്തിലാണ് കണക്റ്റഡ് ആകുന്നത്. ആ ഊർജം കണക്റ്റഡ് ആകുന്നത് സൂക്ഷ്മത്തിലാണ് കണക്റ്റഡ് ആകുന്നത്. പ്രാണമയ കോശത്തിലേക്ക്, അതിന്റെ മുകളിലേക്ക് കാരണബോധത്തിലേക്ക് ഊർജത്തെ കണക്ട് ചെയ്യണമെങ്കിൽ ഇന്നർ സെൽഫിൽ നിന്ന് മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കൂ. ആ ഇന്നർ സെൽഫിലേക്ക് പോയാലേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശ്വാസബോധം, പ്രാണബോധം, അതിലേക്ക് ഇപ്പോൾ ശരയോഗ പഠിച്ചുകൊണ്ട് തന്നെ ഒരാൾ പ്രാണബോധത്തിലേക്ക് എത്തണമെന്നില്ല. ഇപ്പൊ നമുക്ക് ഹിമാലയത്തിലേക്ക് പോകണമെങ്കിൽ ഹിമാചൽ പ്രദേശ് വഴിയും പോകാം, ചൈന വഴിയും പ്രവേശിക്കാം, നേപ്പാൾ വഴിയും വരാം. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ് ശരയോഗയിൽ. യഥാർത്ഥത്തിൽ ശരയോഗ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ശരയോഗ നിങ്ങൾ ഇടത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ വലശര ഉണർന്നു എന്നും, വലത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ ഇടശര ഉണർന്നു എന്നും, പിന്നെ 3 കാല് മുന്നോട്ട് വെച്ച് നിലത്താഞ്ഞ് ചവിട്ടിയാൽ ശരഗതി മാറും പറയുന്നൊക്കെ ഈ പറയുന്ന ശരയോഗയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവും അപൂർണമായിട്ടുള്ള അറിവും വെച്ചാണ് സംസാരിക്കുന്നത്. ശരയോഗയിൽ 113 വിധാനങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് എന്തായാലും വരാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇതിനെ ശരം എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? കാരണം ശരം എന്ന് പറയുമ്പോൾ അസ്ത്രം എന്നൊരു അർത്ഥം നമുക്കുണ്ട്. പിന്നെ ഈ നീണ്ടിരിക്കുന്നത് എന്നുള്ള രേഖ എന്നുള്ള അർത്ഥത്തിലും പറയുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇവിടുന്ന് ആളുകൾ മാല വാങ്ങും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ള ഇങ്ങനെ ശരം വാങ്ങണമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ശരം, ഒരു അങ്ങ് പറഞ്ഞ അസ്ത്രം എന്ന് പറഞ്ഞതിന്റെ ഒരു ജോമെട്രിക്കൽ ഫിഗർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 3 ആംഗിൾസ് അവിടെ ഉണ്ട്. അവിടെ 3 ആംഗിളുകൾ. അതിന് നമ്മൾ ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ്. വി ക്യാൻ കമ്പയർ ദാറ്റ് ടു മേരു. ഇപ്പൊ ഭൂമിയിൽ തന്നെ ഊർജത്തിന്റെ കേന്ദ്രങ്ങളാണ് പർവ്വതങ്ങൾ. മേരു എന്ന് പറഞ്ഞ പർവ്വതമാണ്. അപ്പൊ ഈ മേരു എന്ന് പറയുന്നത് പ്രാണന്റെ സഞ്ചാരഗതിയെ സൂചിപ്പിക്കുന്ന ഒരു ജോമെട്രിക്കൽ ഫിഗറാണ്, ഒരു യന്ത്രരൂപമാണ്. അപ്പൊ ആ രീതിയിൽ ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നാഡികളിലൂടെയുള്ള പ്രാണന്റെ സഞ്ചാരത്തിനെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും ശരം എന്നുള്ള വാക്കെന്ന്. ശരം അസ്ത്രം പോലെ പ്രവർത്തിക്കും. അസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? അസ്ത്രം ചില അസ്ത്രങ്ങൾ അയച്ചാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ പ്രാണനും അത്രയും പവർഫുൾ ആണ്. നമ്മുടെ പ്രാണബോധം എന്ന് പറയുന്നത് ഏറ്റവും അൾട്ടിമേറ്റ്
അൾട്ടിമേറ്റ് ആയിട്ടുള്ള എനർജിയാണ്. അതെ അപ്പൊ അതിലേക്ക് ആ ശരബോധത്തിലേക്ക് എത്തുമ്പോൾ 3 നാഡികളിലൂടെയുള്ള പ്രവർത്തനമാണ് പലപ്പോഴും. ശരമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രാണന്റെ വിവിധങ്ങളായിട്ടുള്ള പേരുകളിൽ ഒന്ന് മാത്രമാണ്. ശരം, പരം, ചരം, ശ്വാസം, കാലം, പ്രാണൻ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജീവശക്തിയുടെ നിരവധിയായിട്ടുള്ള പേരുകളിലൊന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ശരയോഗ എന്ന് പറയുന്നുണ്ട്, സ്വരയോഗ എന്ന് പറയുന്നുണ്ട്, വരിവസ്യ രഹസ്യം എന്ന് പറയുന്നുണ്ട്, വാശിയോഗ. വാശി ശരിക്കും ശിവയോഗയുടെ മറ്റൊരു രൂപമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം, ശിവയോഗയും വാശിയോഗയും എല്ലാം ശരയോഗയുടെ ഭാഗം തന്നെയാണ്. എല്ലാം ശരയോഗയിൽ നിന്ന് തന്നെയാണ്, ഇത് ശരയോഗയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഘടയോഗ പ്രദീപികയും ഘടയോഗ പ്രദീപികയിൽ പറയുന്ന പല കാര്യങ്ങളും ശരയോഗയുടെ സിദ്ധാന്തങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഘടയോഗ പ്രദീപി ചട്ടമ്പിസ്വാമികൾ ഘടയോഗിയായിരുന്നു. അതെ, ഘടയോഗയുണ്ട്. ഘടയോഗയില് ശരിക്കും രജസിനെയും രേതസിനെയും സംരക്ഷിക്കാനാണ് പറയുന്നത്. ഈ രജസിനെയും രേതസിനെയും സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ രസത്തെ കെട്ടാൻ പഠിക്കണം. നിന്റെ ഉള്ളിലെ രസത്തെ കെട്ടാൻ പഠിക്കണം. ആ രസത്തെ കെട്ടാൻ പഠിക്കണമെങ്കിൽ ഈ പറയുന്ന ഊർധ്വഗതിയിലുള്ള പ്രാണന്റെ സഞ്ചാരഗതിയെ, ആ പ്രാണനെ മുകളിലേക്ക് ഉയർത്തി മണി പോൽ സഹസ്രയിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അതും പ്രാണഗതിയിലൂടെയാണ് സാധിക്കുന്നത്. രസസ്തംഭനക്രിയ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം, എല്ലാ യോഗവിദ്യകളും ധ്യാനവിദ്യകളുടെ അടിസ്ഥാനം ഈ പറയുന്ന നമ്മൾ പേര് പറയുമ്പം ശരയോഗ, ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നെങ്കിൽ ഇത് തന്നെയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ മറ്റിടത്തല്ല. ഇപ്പോ യോഗയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രാണായാമം എന്ന് പറയുന്നത് അഷ്ടാംഗിന്റെ ഒരു പാർട്ട് മാത്രമാണ്. അവിടെ ഉള്ളിലേക്കുള്ള ശ്വാസവും പുറത്തേക്കുള്ള ശ്വാസത്തിന്റെ സഞ്ചാരഗതിയാണ് അവിടെ അവരെ നിയന്ത്രിക്കുക, അറിയുകയും ചെയ്യുന്നത്. പക്ഷെ ശരയോഗയിലേക്ക് വരുമ്പോൾ കേവലം അകത്തേക്കും പുറത്തേക്കും ഉള്ളതല്ല, ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ശ്വാസം എന്ത് ചെയ്യുന്നു, അത് ഏത് നാഡികളിലൂടെ പോകുന്നു, അത് ഓരോ നാഡിയിൽ നിന്നുള്ള റിസൾട്ട് ഉണ്ട്. നിനക്ക് ആരോഗ്യം ഉണ്ടായിട്ടുള്ളപ്പോൾ ഈ പറയുന്ന പ്രാണൻ ഒരു പർട്ടിക്കുലർ നാഡിയിൽ പ്രവർത്തിച്ചപ്പോഴാണ്. അനാരോഗ്യം ഉണ്ടായത് താങ്കളുടെ പ്രാണൻ മറ്റൊരു നാഡിയിൽ പ്രവർത്തിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഫേവറബിൾ ചാനലിൽ അല്ലാതിരുന്നപ്പോഴാണ്. താങ്കൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായത് ഈ പറയുന്ന പ്രാണൻ മറ്റൊരു നാഡിയിൽ പ്രവർത്തിച്ചപ്പോഴാണ്. സാമ്പത്തികമായിട്ട് അധപതനം ഉണ്ടായത് പ്രാണന്റെ സഞ്ചാരഗതി ശരിയായ രീതിയിൽ ഈ പറയുന്ന ലക്ഷ്മി നാഡിയിലൂടെ ഉണ്ടാകാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം പ്രാണന്റെ സഞ്ചാരഗതിയാണ് സ്വാധീനിക്കുന്നതും. പ്രാണന്റെ സഞ്ചാരം ഏത് നാഡിയിലൂടെ നടക്കുമ്പോൾ എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ശരയോഗയിൽ മാത്രമാണ്. മറ്റിടത്തെല്ലാം കേവലം ശ്വസന വ്യായാമം എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ശരയോഗ എന്ന് പറയുന്നത് ശരിക്കും ശ്വാസത്തിന്റെ ഒരു PhD ആണ്. നമ്മൾ സാധാരണ നാഗങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നാഗങ്ങളുടെ ഷേപ്പ് നമുക്കറിയാം പ്രത്യേക രീതിയിലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ക്രില്യൻ ഫോട്ടോഗ്രാഫി ഒക്കെ വെച്ച് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഹുഡറ്റ് ആയിട്ടുള്ള നിൽക്കുന്ന നാഗത്തിന്റെ ഏറ്റവും കൂടുതൽ എനർജി. അപ്പൊ അതിനെ തന്നെ നമുക്ക് പൊമ്പീജമായിട്ട് സങ്കല്പിക്കുമ്പോൾ അതൊരു നാഗ ഇതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ കുണ്ടലിനിയിൽ തന്നെ നമ്മൾ 3.5 ചുറ്റുള്ള ഒരു പെൺപാമ്പായിട്ട് നമ്മൾ തന്നെ കാണുന്നത്. അപ്പൊ ഈ ശരനൂൽ എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അപ്പോഴ് ഈ ഒരു സർപ്പത്തിന്റെ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളത്, ശരിക്കുന്ന ഒരു ഊർജ്ജമായിട്ട്. ശരിക്കും അങ്ങ് പറഞ്ഞതുപോലെ കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാണൻ കോയിൽഡ് ഫോമിൽ 3.5 ചുറ്റി മൂലാധാരത്തിൽ വസിക്കുന്നു എന്ന സങ്കല്പം. ഈ 3.5 ചുറ്റി മൂലാധാരത്തിൽ നിന്നും മുകളിലേക്ക് ഊർധ്വഗതി, മുകളിലേക്ക് ഗമിക്കുന്ന പ്രാണൻ ഈ ചുറ്റ് നിവർന്ന് മുകളിലേക്ക് പോവുകയാണ്. ഈ ചുറ്റ് നിവർന്ന് മുകളിലേക്ക് പോകുന്നതിനെയാണ് കുണ്ടലിനി റൈസിംഗ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്നത്. കുണ്ടലിനി ജീവനുള്ള എല്ലാ വസ്തുക്കളിലും കുണ്ടലിനി അവയ്ക്കുണ്ടാണ്. ഈ എല്ലാ ജീവനുള്ള വസ്തുക്കളിലും കുണ്ടലിനി റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുണ്ടലിനി ചാനലൈസിങ് മാത്രമേ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. കുണ്ടലിനി ചാനലൈസിങ്ങിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ മാറി മറിയുന്നത്. അതിനാണ് 3.5 ചുറ്റിന്റെ പ്രസക്തി. അവിടെയാണ് 3.5 ചുറ്റിന്റെ പ്രസക്തി. അവിടെ പറയുകയാണ് മൂലാധാര സ്ഥാനത്ത് 3.5 ചുറ്റി പ്രാണവായു കിടക്കുകയാണ്. ഇത് മുകളിലേക്ക് നിവർന്നിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിന്റെ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ വെൽബീയിങ്. അതായത് ഈ 3.5 ചുറ്റിൽ 2 ചുറ്റ് പ്രവർത്തിക്കേണ്ടത് ഇടശരത്തിലാണ്. അല്ലാതെ 3.5 ചുറ്റിന്റെ പ്രാധാന്യം കുറച്ചുകൂടെ 3.5 ചുറ്റിന്റെ 3.5 ചുറ്റ് അങ്ങനെ കിടക്കുന്നതിന് 3.5 ചുറ്റ് തന്നെ കിടക്കുന്നതിന് അതിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. ആ 3.5 ചുറ്റിൽ ആ പ്രാണൻ മുകളിലേക്ക് ഉയരുമ്പോൾ ആ 3.5 ചുറ്റിൽ 2 ചുറ്റെന്ന് പറഞ്ഞാൽ അത്ര അങ്കുല അളവ് പ്രവർത്തിക്കേണ്ടത് ഇടശരത്തിലാണ്. പ്രാണൻ ഇടശരത്തിൽ ആ അങ്കുല അളവ് പ്രവർത്തിക്കണം. അതിൽ 1 ചുറ്റിന്റെ അങ്കുല അളവ് പ്രവർത്തിക്കേണ്ടത് വലശരത്തിലാണ്. 1/2 ചുറ്റ് അങ്കുല അളവ് നമ്മുടെ വലത് ഭാഗമല്ലേ വരുന്നത്, ശരീരത്തിന്റെ ഇടത് വലത് കാലം മുതൽ അങ്ങനെയാണോ? അത് അനാട്ടമിക്കലി പറയുകയാണെങ്കിൽ, സ്ഥൂലത്തിൽ പറയുകയാണെങ്കിൽ വലത് കാലിന്റെ പെരുവിരൽ മുതൽ ഇടത് കൺകോണ് വരെ ഇടശരം, ഇടത് കാലിന്റെ പെരുവിരൽ മുതൽ വലത് കൺകോണ് വരെ വലശരം. ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നത് മാറ്റാൻ മർമ്മത്തിൽ വെച്ചിട്ടാണ്. ഇതിനെയാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈമസ് ഗ്ലാൻഡ് അവിടെ വെച്ചിട്ടാണ് എനർജി രണ്ടായിട്ട് ഒരു കത്രിക പോലെ, ലൈക്ക് സിസേഴ്സ്, എക്സ് പോലെ കയറി പോകുന്നത്.
അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി മൂലാധാരത്തിൽ നിന്ന് ഇതിന്റെ രണ്ടിന്റെയും കൂടി നടുക്കുകൂടിയാണ് സുഷുമ്ന പ്രവർത്തിക്കുന്നത് മുകളിലേക്ക്. ഇത് ഡോക്ടർമാരുടെ സിമ്പിൾ കണ്ടിട്ട്, ഡോക്ടർമാരുടെ സിമ്പിൾ ഇത് തന്നെയാണ്. അത് ഗ്രീക്ക് മിത്തോളജിന്ന് എടുത്തു. ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്കേഷൻ, ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ ആ കുരിശിലേക്ക് തളച്ചപ്പോൾ, കുരിശ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ, അവിടെ അദ്ദേഹത്തിന്റെ കാലുകളെ ക്രോസ് ചെയ്താണ് ക്രൂസിഫൈ. ഇട പിംഗല സുഷുമ്ന, ഇട പിംഗല സുഷുമ്ന. ശരിക്കും ഈ ശരഗതിയുടെ ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോ 2 ചുറ്റ് ഇടശരത്തിലാണ് യഥാർത്ഥത്തിൽ പ്രാണന്റെ പ്രവർത്തനം ഉണ്ടാകേണ്ടത്. 1 ചുറ്റ് വലശരത്തിൽ, 1/2 ചുറ്റ് മതി സുഷുമ്നയ്ക്ക്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ആത്മീയതയുടെ മേഖലയിലേക്ക് പോകുന്നവർ ഈ 3.5 ചുറ്റും എങ്ങനെയെങ്കിലും ആത്മീയ നാടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ആത്മീയ നാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മീയ നാടിക്ക് മറ്റൊരു പേരുണ്ട്, ശൂന്യ നാടി. അത് ഭൗതികതയിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ ഈ ആത്മീയമായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു, എനിക്ക് ഇത്രയും. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ സംഗതി. അതാണ് ഇതിന് പോകുന്ന ആൾക്കാരെല്ലാം കഷായം കുടിച്ചുകൊണ്ട്. അതെ അതെ, എനിക്കിത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം സാമ്പത്തികവും പോയി, കുടുംബവും നശിച്ചു, ആകെ പ്രശ്നമായി എന്ന് പറയാറുണ്ട്. അതെ അതെ, അത് ഈ ആത്മീയത എന്ന് പറയുന്ന പരിവേഷം തന്നെ, നമ്മളിപ്പോ ഒരു ആത്മീയ ഗുരുവിന്റെ പരിവേഷം, നമുക്കൊരു ആത്മീയ ഗുരുവിന്റെ പരിവേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാഷായ വസ്ത്രം ധരിച്ച് കഴുത്തിലൊരു ലോഡ് രുദ്രാക്ഷമൊക്കെ ഇട്ട് താടിയും മുടിയൊക്കെ വളർത്തി നടക്കുന്ന ഒരാളാണ് നമ്മുടെ പലപ്പോഴും ആത്മീയതയുടെ പരിവേഷം. ഈ ഗുരുക്കന്മാരെല്ലാം ഫോളോ ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാന്റെ വാക്കുകൾ. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരയോഗിയുടെ വ്യാഖ്യാന രൂപമാണ്. ഈ പറയുന്ന ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ ഗുരു കൃഷ്ണനല്ലേ? കൃഷ്ണൻ എങ്ങനെയാണ് നടന്നത്? കാഷായം കൊടുത്ത് രുദ്രാക്ഷം ഇട്ടാണ് കൃഷ്ണൻ പട്ടു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സർവാഭരണ വിഭൂഷിതനായി മയിൽപ്പീലിയും ചൂടി പുല്ലാങ്കുഴലൂതി സഹിമാരോടൊപ്പം. അപ്പോ ആത്മീയ നാടിയിൽ നിന്നുകൊണ്ട് ഭൗതികതയുടെ നിറവിൽ ജീവിച്ച് കാണിച്ചു കൃഷ്ണൻ. നമ്മൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ 2 ചുറ്റും. അപ്പോ നമ്മുടെ ഈ പറയുന്ന കൃഷ്ണനിൽ ഇടശരം 2 ചുറ്റും വലശരം 1 ചുറ്റും 1/2 ചുറ്റ് സുഷുമ്നയും പ്രവർത്തിച്ചു. ആ ഭൗതികതയുടെ നിറവിൽ നിന്നുകൊണ്ട് ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിൽ ഭഗവാൻ ജീവിച്ചു കാണിച്ചു അല്ലേ? ഇവിടെ എന്താ, നമ്മൾ ഈ മുഴുവനും നമ്മൾ ആത്മീയതയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പരാജയം. ആ ഒരു തലത്തിലേക്ക് ശരിക്കും അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സർപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും പ്രാണന്റെ സഞ്ചാരം, ശ്വാസത്തിന്റെ, നമ്മുടെ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും നമ്മൾ പ്രാണനെ ശരിക്കും അറിയാൻ തുടങ്ങുമ്പോൾ പ്രാണന്റെ സഞ്ചാരഗതി ഡിഫറൻ്റ് ആയിട്ടാണ് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. അതാണ് കുണ്ടലിനി എക്സ്പീരിയൻസുകൾ എന്നൊക്കെ പറയുന്നത്. ചിലരിൽ ഉറുമ്പരിക്കുന്നത് പോലുള്ള അവസ്ഥ, ചിലരിൽ സർപ്പഗതിയായിരിക്കും പ്രാണന്റെ സഞ്ചാരം, ചിലരിൽ പക്ഷിഗതിയായിരിക്കും, ചിലരിൽ മർക്കടഗതിയായിരിക്കും, കുരങ്ങൻ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിപ്പോകുന്നത് പോലെ, ചിലരിൽ മണ്ടൂകഗതിയായിരിക്കും, തവള ചാടുന്നത് പോലെ. അപ്പൊ പ്രാണന്റെ ഗതി ഇതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നാഡീ ചികിത്സയിലൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും. അതെ അതെ, പല കാര്യങ്ങളും. അപ്പൊ പ്രാണന്റെ സഞ്ചാരഗതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ പ്രാണൻ ഏത് നാഡിയിലൂടെ സഞ്ചരിക്കുന്നു, ആ പ്രാണന്റെ സഞ്ചാരഗതി എന്ത്, ആ പ്രാണനിൽ അന്തർലീനമായിരിക്കുന്ന പഞ്ചഭൂത തത്വങ്ങളുടെ അനുപാതം എങ്ങനെ, ഇത് 3ഉം അറിഞ്ഞാൽ മാത്രമേ ശരനൂൽ ശാസ്ത്രം പഠിക്കാൻ പറ്റൂ. അല്ലാതെ ഇടത്തോട്ട് ചരിഞ്ഞുകൊണ്ടോ വലത്തോട്ട് ചരിഞ്ഞുകൊണ്ടോ 3 കാലം മാറി തറയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇടയ്ക്ക് ഒരു ശരയോഗ അദ്ദേഹം പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ വളരെ ദൂരം സഞ്ചരിച്ചു. ശരിക്കും പറഞ്ഞാൽ വാരണാസി വരെ അദ്ദേഹം ഒരാളായിരുന്നു അതിൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിൽ ബ്ലോക്ക് വരുമ്പോഴല്ലേ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഞാനിപ്പോ ശരം വിട്ട് കഴിയുമ്പോൾ ശരിയാവുന്നതായിട്ട് അദ്ദേഹം ഒരു ടെക്നിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഓരോ നിമിഷത്തിലെ കാര്യങ്ങളും നമുക്ക് അതിനെ അങ്ങനെ നിയന്ത്രിക്കാൻ മാറ്റാനായിട്ട് ശരം അതിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എല്ലാവർക്കും സാധിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷെ അതിന് ശരിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ശരത്തെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ AK-47 ഉപയോഗിച്ച് ഈച്ചയെ വെടിവെക്കും പോലെയാണ്. ശരം എന്ന് പറയുന്നതിന് അനന്ത സാധ്യത. അത് ബ്ലോക്ക് മാറ്റാനോ അല്ലെങ്കിൽ ശരിക്കും നമ്മൾ പ്രാണബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ശരിയായ പ്രാണബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ശരിക്കും ശരനൂൽ ശാസ്ത്രം പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശരയോഗി എന്ന് പറയുമ്പോൾ നമ്മൾ പല പ്രാക്ടീസുകളും ചെയ്യുന്നത് എന്തിനാ? പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന കംഫർട്ടബിൾ സോണിൽ തന്നെ തുടരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
എൻ്റെ കുടുംബം, എൻ്റെ തൊഴിൽ, ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പത്തികം, എനിക്ക് ഈ കംഫർട്ടബിൾ സോണിൽ തുടരണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കണം. ഈ കംഫർട്ടബിൾ സോണിൽ തുടരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതെ അതെ ശരയോഗ നിങ്ങളെ കംഫർട്ടബിൾ സോണിൽ തുടരാൻ അനുവദിക്കുന്ന ഒരു പ്രാക്ടീസ് അല്ല. അതെ. നിങ്ങൾ എവിടെ നിന്നാലും അത് നിങ്ങളുടെ കംഫർട്ടബിൾ സോണാക്കി മാറ്റുന്ന പ്രാക്ടീസാണ്. അത് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു ബ്ലോക്ക് വരുമ്പോൾ നമ്മളവിടെ ശരമൊന്നും പിടിക്കണ്ട. നമ്മുടെ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും നമ്മുടെ പ്രാണബോധം നമുക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രാണന്റെ നിയന്ത്രണം എനിക്ക് സാധ്യമാണെങ്കിൽ എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രാണനെയും നിയന്ത്രിക്കാൻ സാധിക്കും. ഈ എൻ്റെ ശരം, നിന്റെ ശരം, ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയുടെ ശരം. ഇങ്ങനെ 3 ശരമുണ്ട്. ഈ എൻ്റെ ശരം, നിന്റെ ശരം, പ്രകൃതിയുടെ ശരം, ഇത് 3ഉം നമ്മൾ എപ്പോഴാണോ കൺട്രോളിൽ വരുന്നത്, ഈ പറയുന്ന നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളൊന്നും ചെയ്യണ്ട. അവിടെ അതാണ് ത്രികാലജ്ഞാനി എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായൊരു പ്രാണഗതി അനുകൂലമായി ചലിച്ചോളും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന ഒരു ശരിയായ ശരനൂൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണയും അറിവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും പല പരീക്ഷണങ്ങളിലേക്കും പോകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധമായ ആത്മീയതയിലേക്ക്, ഭൗതികതയെ ജയിച്ചുകൊണ്ട് ശുദ്ധമായ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.